അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, പിശുക്കനായ ഭർത്താവിൻ്റെ 8 അടയാളങ്ങളാണ്, 8 ലക്ഷണങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. രണ്ടുപേരും കണ്ടറിഞ്ഞ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുമ്പോഴാണ് ദാമ്പത്യ ജീവിതം മനോഹരമായി മാറുന്നത്. അല്ലെങ്കിൽ അതൊരു നരകതുല്യമായി മാറും. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ കല്യാണം കഴിച്ച പുരുഷൻ, അവളുടെ ഭർത്താവ് ഒരു പിശുക്കനാണ് എങ്കിൽ ആ സ്ത്രീയുടെ ജീവിതം ഒരു നരകമായിരിക്കും. അവളുടെ ആവശ്യങ്ങൾ പോലും ഒരു രാജാവിനോട് താണുകേണ് പറയുന്നത് പോലെ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ താണുകേണ് പറയേണ്ടി വരും. അത് ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ജീവിതമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ ഹബീബായ മുഹമ്മദ് നബിയും വല്ലാതെ വെറുത്തിട്ടുള്ളൊരു സ്വഭാവമാണ് പിശുക്ക് എന്ന് പറയുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. സന്തോഷത്തോടുകൂടെയുള്ള ദാമ്പത്യ ജീവിതം നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പിശുക്കനായ ഭർത്താവിൻ്റെ 8 ലക്ഷണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം അൽ ബുഖ്ലു ഫിൻ നഫഖതി. എന്താണ്? കുടുംബ ചെലവുകളിൽ പിശുക്ക് കാണിക്കൽ. കുടുംബ ചെലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബമായി കഴിയുന്നവരാണ് ഭാര്യയും ഭർത്താവും, അതുപോലെ അവരുടെ മക്കളും. വീട്ടിൽ ഒരുപാട് ചിലവുകൾ ഉണ്ടാവും. ഇലക്ട്രിസിറ്റി ബില്ലുണ്ടാകും, ഗ്യാസിൻ്റെ ബില്ലുണ്ടാകും, കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ടാകും, അതുപോലെ തന്നെ വീടിൻ്റെ വാടകയുണ്ടാകും. അങ്ങനെ ഒരുപാട് 100 ചിലവുകളാണ് ഉണ്ടാവുക. ഇതൊന്നും സമയാസമയം കൊടുക്കാത്ത ഭർത്താവ്, കയ്യിലില്ലാത്ത സമയത്ത് കൊടുക്കാത്തവരെ കുറിച്ചല്ല പറയുന്നത്. കയ്യിലുണ്ടായിട്ട്, ബാങ്ക് ബാലൻസ് ഉണ്ടായിട്ട്, ഇതൊക്കെ നാളെ ആവട്ടെ മറ്റന്നാളാവട്ടെ പിന്നെ തരാമെന്ന് പറഞ്ഞ് ഭാര്യയെ ബുദ്ധിമുട്ടിക്കുന്ന ഭർത്താവ്. പലപ്പോഴും വീട്ടിലെ ചെലവുകളൊക്കെ പൈസ കൊടുക്കുന്നത് ഭാര്യയായിരിക്കും. ഭാര്യ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊടുക്കണം. എന്നാൽ ഭർത്താവാണെങ്കിലോ ഇതൊന്നും സമയാസമയം കൊടുക്കാൻ തയ്യാറാവുകയുമില്ല. അത് അയാളുടെ കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ അവൾ അപേക്ഷിക്കണം. അങ്ങനെയുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിച്ചോളൂ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ജീവിതം നരകതുല്യമാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ആവശ്യമുള്ളത് കൊടുക്കേണ്ട സമയത്ത് തന്നെ കൊടുക്കണം. എങ്കിലേ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവൾക്ക് നിങ്ങളോടുള്ള സ്നേഹം പോവുകയും പിന്നീട് വെറുപ്പ് മാത്രമായി മാറുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം ഒരു ദുരന്തമായി മാറുകയും ചെയ്യും. ഇനി രണ്ടാമത്തെ കാര്യം മൻഉ ഹുഖൂഖി സൗജതി. ഭാര്യയുടെ അവകാശങ്ങളെപ്പോലും നിഷേധിക്കുന്ന ഭർത്താവ്. ഒരു ഭാര്യ എന്നുള്ള നിലക്ക് അവൾക്കുള്ള അവകാശങ്ങളുണ്ട്. കല്യാണങ്ങൾ വരുമ്പോൾ, അതുപോലെ തന്നെ പെരുന്നാൾ വരുമ്പോൾ അവൾക്ക് വേണ്ട വസ്ത്രം വാങ്ങിക്കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിനുണ്ട്. അവൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട ബാധ്യത ഭർത്താവിനുണ്ട്. അതുപോലെ തന്നെ അവൾക്ക് ആവശ്യമായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പ്രധാനപ്പെട്ട ഒരു കാര്യം അവളുടെ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടമാണ്. ഈ കാര്യത്തിൽ പോലും കയ്യിൽ പണമുണ്ടായിരിക്കെ നല്ലൊരു മാംസം വാങ്ങിക്കൊടുക്കാതെ, മത്സ്യം വാങ്ങിക്കൊടുക്കാതെ, അതുപോലെ തന്നെ നല്ല സുഭിക്ഷമായ ഭക്ഷണം എപ്പോഴുമല്ല വല്ലപ്പോഴെങ്കിലും വാങ്ങിക്കൊടുക്കാത്ത ഭർത്താവ്, അതൊക്കെ ചെലവാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവളുടെ അവകാശത്തെ ഹനിക്കുന്ന ഭർത്താവ്, അത് പിശുക്കത്തരത്തിൻ്റെ അങ്ങേയറ്റമാണ്. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്. നിങ്ങൾക്ക് എന്ത് അവകാശമാണോ ഉള്ളത് ആ അവകാശം അവൾക്കുമുണ്ട്. ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അയാളെ കാര്യങ്ങളൊക്കെ അയാൾ ചെയ്യുന്നുണ്ട്. കാരണം ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല, അയാളെ പൈസയാണ്. എന്നാൽ ഭാര്യയ്ക്ക് ഇയാളോട് ചോദിക്കണം. അപ്പോൾ കടയിൽ പോയി ഡ്രസ്സ് എടുക്കുമ്പോൾ ഇയാൾക്ക് ആരോടും ചോദിക്കേണ്ടാത്തതുപോലെ തന്നെ ഭാര്യയ്ക്കും ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് അവൾക്കും ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. അത് അവളുടെ അവകാശമാണ്. അത് വാങ്ങിക്കൊടുക്കൽ ഭർത്താവിൻ്റെ ബാധ്യതയാണ്. ഇനി അടുത്തത് അൽ ഹിർസു ശദീദു അലൽ മാലി. ഭർത്താവിന് പണത്തോടുള്ള അതിയായ ആസക്തിയുള്ള ആളാവുക. എപ്പോഴും പണത്തെക്കുറിച്ച് ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൽ പഠിപ്പിക്കുന്നുണ്ട്, ലൗ അന്ന ലി ഇബ്നി ആദമ വാദിയൻ മിൻ ദഹബ്. ഒരു ആദമിയായ മനുഷ്യന് ഒരു സ്വർണം മല, ഒരു സ്വർണത്തിൻ്റെ താഴ്വാരം മുഴുവനും, ഒരു പർവ്വതത്തിൻ്റെ താഴ്വാരം മുഴുവനും സ്വർണം കിട്ടിയാലും അയാൾ രണ്ടാമത്തത് കിട്ടാനാണ് ആഗ്രഹിക്കുക. ഈ ഒരു സ്വഭാവം, എത്ര കിട്ടിയാലും പണം ആർത്തി തീരാത്ത ഭർത്താവ്, എത്ര കിട്ടിയാലും ആവശ്യത്തിന് ചിലവഴിക്കാത്ത ഭർത്താവ്, അങ്ങനെയുള്ള ആളാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ സ്വഭാവം മാറ്റേണ്ടതുണ്ട്. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് കുടുംബത്തിന് ചിലവാക്കണം. അല്ലേ? കിട്ടിയത് മുഴുവനും ബാങ്കിലേക്ക് കൊണ്ടുപോയി ഇടുകയല്ല. അതിൽ അവകാശികളാണ് മക്കൾ, അവകാശികളാണ് ഭാര്യ. അവൾക്ക് ആവശ്യമുള്ളത് മുഴുവനും എടുത്തതിന് ശേഷമാണ് ഇസ്രാഫിനെ കുറിച്ചല്ല, അനാവശ്യമായ വസ്ത്രങ്ങൾ എടുക്കുന്നതിനെ കുറിച്ചല്ല, ആവശ്യമുള്ളത്
അവൾക്ക് വാങ്ങിക്കൊടുത്തതിന് ശേഷമേ നിങ്ങൾ അതിൻ്റെ ബാലൻസ് എടുത്തു വെക്കാവൂ. അത് അവളുടെ അവകാശമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് പണത്തോടുള്ള ആർത്തി എത്ര കിട്ടിയാലും തീരാത്തൊരു സ്വഭാവമുള്ള ആളാണ് എങ്കിൽ അത് പിശുക്കത്തരത്തിൻ്റെ അടയാളമാണ്. ഇനി നാലാമത്തെ സ്വഭാവം അദമുസ്സദഖ, ഒരു ഉറുപ്പ്യ ഒരാൾക്കും കൊടുക്കൂല. ദാനശീലം എന്ന് പറയുന്ന ഒരു സ്വഭാവമല്ല. എത്ര പാവപ്പെട്ടവൻ മുന്നിൽ വന്ന് കൈനീട്ടിയാലും എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞിട്ട് അവരെ പറഞ്ഞയക്കും. കുടുംബത്തിലുള്ള ഒരാൾക്കും 1 രൂപ കൊടുക്കൂല. കല്യാണത്തിന് പോയാൽ പോലും ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിനും 1 രൂപ കൊടുക്കൂല. നാട്ടിലെ ഏതെങ്കിലും ദീനീ സ്ഥാപനങ്ങളിൽ പിരിവ് വരുമ്പോൾ അയാൾ 1 രൂപ കൊടുക്കൂല. ഇല്ലാത്തത് കൊണ്ട് കൊടുക്കാത്തതിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇയാളുടെ അടുത്ത് നല്ല പൈസ ഉണ്ട്, ബാങ്കിൽ ഒരുപാട് പൈസ ഉണ്ട്, പക്ഷെ ഇയാൾ കൊടുക്കൂല. ഇത് പിശുക്കത്തരത്തിന്റെ അടയാളമാണ്. ഇങ്ങനെയുള്ള ഭർത്താവാണ് നിങ്ങൾ എങ്കിൽ സുബ്ഹാനല്ലാഹ്, ആ ഭാര്യയുടെ ജീവിതം വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. പ്രിയമുള്ളവരെ, അഞ്ചാമത്തെ കാര്യം അശ്ശുഹു വത്വമഉ. എന്താണ് അതിൻ്റെ അർത്ഥം? സ്വാർത്ഥത, സ്വന്തം കാര്യം മാത്രം നോക്കുന്ന, സ്വന്തം ആസ്വാദനം മാത്രം നോക്കുന്ന ഒരു മനുഷ്യൻ. അയാൾ നല്ല വസ്ത്രങ്ങൾ വാങ്ങുന്നുണ്ട്, അയാൾ യാത്രകൾ പോകുന്നുണ്ട്, അയാൾ കൂട്ടുകാരുടെ കൂടെ പല സ്ഥലങ്ങളിലൂടെയും കറങ്ങുന്നുണ്ട്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്, കയ്യിൽ ഐഫോൺ ഉണ്ട്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾക്കൊന്നുമില്ല. നല്ല വില കുറഞ്ഞ ഏതെങ്കിലും നിർബന്ധിച്ചാൽ ഏതെങ്കിലും ഒക്കെ ഒരു ചെറിയ കടയിൽ പോയിട്ട് വില കുറഞ്ഞ വസ്ത്രം വാങ്ങിക്കൊടുക്കും. ഇയാൾ നല്ല വസ്ത്രം ധരിക്കും, ഇയാൾ നല്ല ഭക്ഷണം പുറത്തു പോയി നല്ല ഹോട്ടലിൽ പോയി കഴിക്കും. പക്ഷെ ഭാര്യയ്ക്ക് എപ്പോഴും ആ വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ഭക്ഷണം മാത്രം. അങ്ങനെ സ്വന്തം പൈസയാണല്ലോ, ആരോടും ചോദിക്കണ്ടല്ലോ. എന്നാൽ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇയാൾ ബിരിയാണി കഴിക്കുന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്കും ബിരിയാണി കഴിക്കാനുള്ള അവകാശമുണ്ട്. ഇയാൾ ബ്രാൻഡഡ് ഡ്രസ്സാണ് ഇടുന്നത് എങ്കിൽ ഭാര്യയ്ക്കും നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനുള്ള അവകാശമുണ്ട്. നിങ്ങൾക്ക് എന്താണോ ഉള്ളത് അതിനുള്ള അവകാശം അവർക്കുമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം ആസ്വാദനത്തെ നോക്കിയിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ പിശുക്കത്തരം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം എന്നാണ് പറയാനുള്ളത്. അല്ലേ? പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? സ്വന്തം ശരീരത്തിന്റെ പിശുക്കിൽ നിന്ന് വിജയിച്ചവരാണ്, അതിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ് യഥാർത്ഥ വിജയികൾ. അല്ലേ? പിശുക്കത്തരം എത്ര രൂപ എടുത്തു വെച്ചാലും ഒരിക്കലും നമ്മൾ യാത്ര പോകേണ്ടി വരും. എത്ര വലിയ കോടിയുടെ സമ്പാദ്യം നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അള്ളാഹു കണക്കാക്കിയതിനേക്കാൾ ഒരു വറ്റുപോലും നമ്മുടെ തൊണ്ടയിലൂടെ ഇറക്കാൻ നമുക്ക് കഴിയില്ല. ഒരു തുള്ളി വെള്ളം പോലും അള്ളാഹു കണക്കാക്കിയതിനേക്കാൾ കൂടുതൽ നമുക്ക് കഴിക്കാൻ കഴിയൂല. പിന്നെ എന്തിനാണ് മക്കൾക്ക് കൊടുക്കാതെ, പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊടുക്കാതെ എന്തിനാണ് നിങ്ങളിങ്ങനെ അധ്വാനിച്ച് കഴിയുന്നത് എന്നാണ് ചോദിക്കാനുള്ളത്. അതുകൊണ്ട് ആ പിശുക്കത്തരം മാറ്റുക. നിങ്ങളുടെ ഇണക്ക് സന്തോഷമുള്ള ജീവിതം നൽകേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇനി ആറാമത്തെ കാര്യം അത്തളീഖു അലൽ അഹ്ലി, കുടുംബത്തെ കഷ്ടപ്പെടുത്തുക. അല്ലേ? എവിടേക്കെങ്കിലും പോകുമ്പോൾ ഓട്ടോ വിളിച്ചു പോകാൻ ഇയാളുടെ കയ്യിൽ പൈസ ഉണ്ട്, അപ്പോൾ പറയുമ്പോൾ കുറച്ച് നടക്കുക, നല്ല ആരോഗ്യം കിട്ടും. അയാളുടെ മനസ്സിൽ ആരോഗ്യമൊന്നുമല്ല ലക്ഷ്യം. ആരോഗ്യത്തിനാണെങ്കിൽ നല്ലതാണ്, ആരോഗ്യമല്ല. അവിടേക്ക് പോകുമ്പോൾ ഓട്ടോ ചാർജ് കൊടുക്കണ്ടേ? അല്ലെങ്കിൽ നല്ലൊരു ടാക്സി വിളിച്ചു പോകാനുള്ള പൈസ ഇയാളെ പോക്കറ്റിലുണ്ട്, ഇയാൾ ബസ്സിനെ പോകുള്ളൂ. കുടുംബത്തെ ഇടങ്ങാറാക്കുന്ന സ്വഭാവം. അല്ലെങ്കിൽ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കൂല, നല്ലൊരു ഹോട്ടലിൽ കയറൂല, ഇങ്ങനെയുള്ള സ്വഭാവം. ഇതൊക്കെ ഞാൻ പറയുന്നത് കയ്യിൽ പണമില്ലാത്തൊരു മനുഷ്യൻ ചെയ്യുന്നതിനെ കുറിച്ചല്ല. ഇതെല്ലാം ചെയ്യാനുള്ള പണം കയ്യിലുണ്ടായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെയും കുഞ്ഞുമക്കളെയും കഷ്ടപ്പെടുത്തുന്ന ഭർത്താവിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങൾ നിങ്ങളുടെ ഇണയാകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ ജീവിതം നരകമാക്കി മാറ്റുകയാണ്. അങ്ങനെ ചെയ്യരുത്. ഇനി അടുത്തതാണ് ഹുബ്ബു ദുനിയ വ കറാഹിയത്തുൽ ഇൻഫാഖ്, ദുനിയാവിനോട് വല്ലാത്തൊരു ഭ്രമം. അതുപോലെ തന്നെ വ കറാഹിയത്തുൽ ഇൻഫാഖ്, ചെലവഴിക്കാൻ മടി. അത് പിശുക്കത്തരത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ദുനിയാവിനോട് വല്ലാത്തൊരാഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ വാങ്ങിക്കൂട്ടണം, കുറേ സമ്പത്ത് ഉണ്ടാക്കണം, വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടാക്കണം. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അയാൾ കുടുംബത്തിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാറില്ല. അയാൾ കുടുംബത്തിന് വേണ്ടി സമയം മാറ്റി വെക്കാറില്ല. എപ്പോഴും ബിസിനസ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എപ്പോഴും ജോലി എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. കുടുംബത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കാറേ ഇല്ല. അത് പിശുക്കത്തരത്തിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾ അധ്വാനിക്കുന്ന വരുമാനത്തിൽ നിന്ന് കുടുംബത്തിൻ്റെ കൂടെ സന്തോഷത്തോടുകൂടെ ചെലവഴിക്കാനും നിങ്ങൾ സമയം കണ്ടെത്തണം. അതാണ് കറാഹിയത്തുൽ ഇൻഫാഖ്. ഇയാൾ നല്ല ദുനിയാവിനോടുള്ള ആർത്തിയുണ്ട്, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്, എന്നാലോ ഒരു ഉറുപ്പ് ഇയാൾ ഒരു മനുഷ്യന് കൊടുക്കൂല.
ഭാര്യയ്ക്ക് കൊടുക്കൂല, മക്കൾക്ക് കൊടുക്കൂല, പിന്നല്ലേ ബാക്കിയുള്ള കാര്യം. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇനി 8ാമത്തെ കാര്യം അദമു തവക്കുലി അലല്ലാഹ്. അള്ളാഹുവിനോടുള്ള തവക്കുൽ ഇയാൾക്ക് വളരെ കുറവായിരിക്കും അല്ലേ. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കാണ്, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ തവക്കുലാക്കുന്നുണ്ട് എങ്കിൽ അവനക്ക് അള്ളാഹു മതി. ഈ പിശുക്കുള്ള ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്ന് അധ്വാനിക്കുന്ന പൈസ ബാങ്കിൽ കൊണ്ടുപോയിട്ടാൽ നാളെ എനിക്ക് ഉപകരിക്കുമല്ലോ, ഒരു രോഗം വരുമ്പോൾ അല്ലെങ്കിൽ വാർദ്ധക്യം വരുമ്പോൾ എനിക്ക് പൈസ ഉപകരിക്കുമല്ലോ. എന്നാൽ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ പണം ഒരൊറ്റ അസുഖത്തിൽ ഇല്ലാണ്ടായി പോകും. അപ്പം അതുകൊണ്ട് പടച്ചോന്റെ സഹായമില്ലാതെ നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. എത്ര വലിയ കോടികളുണ്ടെങ്കിലും അതൊക്കെ പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകും. പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്, ഒരു മനുഷ്യൻ തവക്കുലാക്കുന്നുണ്ട് എങ്കിൽ അല്ലേ, കയ്യിൽ 100 രൂപയാണെങ്കിൽ ആ 100 രൂപക്ക് പ്രിയപ്പെട്ട മക്കൾക്കും ഭാര്യക്കും നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുക, നല്ല യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, നല്ല സന്തോഷം കൊടുക്കുക. എന്നിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് മിച്ചം വെക്കേണ്ടത്. എന്നാൽ കയ്യിൽ ഞാനീ പറയുന്നതൊക്കെ ഉള്ള പൈസ മുഴുവനും ചെലവാക്കുന്നതിനെ കുറിച്ചല്ല. ഈ മനുഷ്യൻ ചെലവാക്കാറേയില്ല, അയാളെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ ടൂറ് പോകുന്നുണ്ട്, ഭാര്യയെ നല്ല ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, നല്ല അയാളുടെ വരുമാനത്തിനനുസരിച്ചിട്ട് അയാൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് അല്പം എടുത്തു വെക്കുകയും ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രൂപത്തിൽ. അങ്ങനെയുള്ള ആളുകളെ കുറിച്ചല്ല. ഇയാൾ മക്കൾക്ക് കുടുംബത്തിന് ഒന്നും കൊടുക്കൂല, നല്ല പൈസ ഉണ്ടാക്കുന്നുണ്ട്, അയാളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. പരിശുദ്ധ ഇസ്ലാം പറയുന്നത്, എത്ര വലിയ അസുഖം വന്നാലും റബ്ബിനോട് തവക്കുലില്ലെങ്കിൽ നിങ്ങൾക്കൊരു രക്ഷയും ഉണ്ടാകാൻ പോകുന്നില്ല. വലിയ കടങ്ങൾക്ക് മുമ്പിൽ റബ്ബിന്റെ സഹായമില്ലാതെ നിങ്ങളോട് അധ്വാനിച്ച 1 രൂപ പോലും നിങ്ങൾക്ക് ഉപകരിക്കാൻ പോകുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പ്രിയപ്പെട്ട ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുത് പണത്തിന്റെ പേരിൽ. നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൽ അവൾക്ക് അവകാശമുണ്ട്. അവകാശം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പണം നിങ്ങളോട് ചോദിക്കാതെ എടുത്താൽ പോലും അത് അവകാശമുള്ളത് കൊണ്ട് കുറ്റകരമല്ലാതെയായി മാറും. പ്രിയമുള്ളവരെ, അപ്പം അതുകൊണ്ട് അവൾക്ക് കൂടെ അവകാശമുള്ളതാണ് നിങ്ങളുടെ പോക്കറ്റിലുള്ള പണം. നിങ്ങൾ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അത് കെഞ്ചേണ്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ യാചിക്കേണ്ടതോ ആയ ആവശ്യം അവൾക്കില്ല. എന്നിട്ടും അവളെ കൊണ്ട് നിങ്ങൾ യാചിപ്പിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളെക്കാൾ ക്രൂരനായ മനുഷ്യൻ മറ്റൊരാളില്ല. നിങ്ങളുടെ പ്രിയപ്പെട്ടവൾ ചിലപ്പോൾ അവൾ അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിച്ച് സഹിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്നൊക്കെ ഉണ്ടാകും. അത് അവളുടെ ഗതികേട് കൊണ്ടാവാം. എന്നാലും നിങ്ങളതൊക്കെ കണ്ടറിഞ്ഞ് നല്ലൊരു മനുഷ്യനായി മാറണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.